പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹൈലൈറ്റ്സ് കണ്ടു കാണും അല്ലേ? ഞെട്ടിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കേട്ടോ സത്പുര ടൈഗർ റിസർവിൽ എനിക്ക് കിട്ടിയത്. നേരെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചതിന് ശേഷം, ഈ കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിൽ വേണം പോകാനായിട്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താണ്ട് എല്ലാവരും കാണുക. എങ്ങനെ ഇവിടെ എത്തിച്ചേരണം, എങ്ങനെയാണ് ബുക്ക് ചെയ്തത്, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിലെ മലയാളത്തിൽ സത്പുര ടൈഗർ റിസർവിൻ്റെ അധികം വീഡിയോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ബേസിക് ഇൻഫർമേഷനിലായിട്ട് നമുക്ക് ആദ്യമായിട്ട് പോകാം. സത്പുര ടൈഗർ റിസർവ് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവ് ആണ്. മധ്യപ്രദേശിലെ നർമ്മദാപുരം ജില്ലയിലാണ് സത്പുര ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. സത്പുര എന്നത് ഒരു സംസ്കൃത പദമാണ്. അതിനർത്ഥം 7 പർവ്വതങ്ങൾ. സപ്ത എന്ന് പറഞ്ഞാൽ 7, പുര എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നതാണ്. അങ്ങനെയാണ് സത്പുര എന്ന പേര് വന്നത്. പാരിസ്ഥിതികവും വാണിജ്യപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സംവരണ വനമേഖലകളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വനസംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് സത്പുര ടൈഗർ റിസർവ്. അങ്ങനെ ബോട്ടിലെ ഒരു അടിപൊളി യാത്രയ്ക്ക് ശേഷം മറുകരയിലെത്തി. ഇവിടെ നിന്നാണ് ജിപ്സി നമുക്ക് കിട്ടുന്നത്. എത്തിയതിനു ശേഷമാണ് നമ്മൾ ഏത് ജിപ്സിയിലാണ് പോകുന്നതെന്ന് അവർ പറയുന്നത്. ഇവിടുത്തെ ഡ്രൈവർമാരുടെ ഡ്രസ് കോഡ് വേറെ ഒരു കളറാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഡ്രസ് കോഡാണ്. ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ടിപ്പ് ടോപ്പ് ഡ്രൈവറും അടിപൊളി ഗൈഡുമാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. സത്പുര ടൈഗർ റിസർവിലൂടെയുള്ള ഈവനിങ് സഫാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടുന്ന് ഗൈഡ് നമുക്ക് ഇവിടുത്തെ എല്ലാവരെയും വെൽക്കം ചെയ്യുകയും കാടിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷനൊക്കെ തരികയുണ്ടായി. यहाँ से हमारी जंगल सफारी स्टार्ट होती है. यस. मोबाइल, पर्स, कैमरा, जो भी आपका सामान है संभाल के रखना है. സത്പുര ടൈഗർ റിസർവിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഗൈഡ് നമുക്ക് തന്നെ. ഈ സത്പുര ടൈഗർ റിസർവിലെ ഈ കോർ ഏരിയ എന്ന് പറയുന്നത് 1500 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ബഫർ ഏരിയ ആണെങ്കിൽ 750 സ്ക്വയർ കിലോമീറ്റർ ആണ് ഉള്ളത്. കാര്യം പറയുന്നത് വെച്ചാൽ ഇത് പണ്ടൊരു ചെറിയൊരു ഗ്രാമമായിരുന്നു. മഡായി എന്നായിരുന്നു ഗ്രാമത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെയാണ് ഈ സോണിൻ്റെ പേരും മഡായി എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. പണ്ട് ഇവിടെ ബോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് അവർക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷം ഈ ഗ്രാമം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ബഫർ ഏരിയയിലോട്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് 1500 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരു ഗ്രാമങ്ങളോ ഒന്നുമില്ല കേട്ടോ. സത്പുര ടൈഗർ റിസർവിലെ മെയിനായിട്ട് 3 കോർ സോണാണ് ഉള്ളത് കേട്ടോ. മഡാഹി, ചൂർണ ആൻഡ് പച്ചമരി എന്നാണ് ഈ കോർ സോണുകളുടെ പേരുള്ളത്. ബഫർ സോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 സോണാണുള്ളത്. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സഫാരി ഉണ്ടല്ലോ, മഡായി സോണിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. മഡായി സോണിൽ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസും അതുപോലെ തന്നെ സൈറ്റിങ്ങിന് കൂടുതൽ ചാൻസ് മറ്റ് കോർ സോണുകൾ അപേക്ഷിച്ച് ഇവിടെ ഉള്ളതിനാലാണ് മഡായി സോൺ സെലക്ട് ചെയ്തത്. എല്ലാ കാടുകളിലൂടെയുള്ള യാത്രയിലും ആദ്യത്തെ സൈറ്റിങ് തന്നെ പറയണ്ടല്ലോ, സ്പോട്ടഡ് ഡിയർ തന്നെ. ഇവിടെ അത് തന്നെയാണ്. ഈ പുൽമേടുകളിൽ ഒരുപാട് സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ സത്പുര ടൈഗർ റിസർവിലോട്ട് യാത്ര ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്പുര ടൈഗർ റിസർവിലെ ഫോറസ്റ്റിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വേറെ എല്ലാ കാടുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീഡിയോകളിലും അങ്ങനെ ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ചത്. അത് ശരിയാണെന്ന് തോന്നിയ നിമിഷമായിരുന്നു. ഇവിടുത്തെ ഫോറസ്റ്റിനുള്ളിലെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റു ഫോറസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമായിരുന്നു മറ്റുള്ള ഫോറസ്റ്റ് വെച്ച് നോക്കുമ്പോൾ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ കാടിനെ സ്നേഹിക്കുന്നവർ ആണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള സഫാരികളിലൊക്കെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഫോറസ്റ്റ് കാഴ്ച കാണാനായിട്ട് പറ്റത്തില്ല. സത്പുര ടൈഗർ റിസർവിൻ്റെ ഈ നമുക്ക് സൈറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഉള്ള ഈ ഒരു സഫാരി നമ്മുടെ മനം കുളിർക്കും കിട്ടും. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് സൈറ്റിംഗ് കിട്ടിയത് സാമ്പാ ഡിയേഴ്സാണ്. പൊതുവെ ഇന്ത്യൻ ഫോറസ്റ്റിലുള്ള സഫാരിയിൽ കോമൺ ആയിട്ട് കിട്ടുന്ന മറ്റൊരാളാണ് സാമ്പാ ഡിയർ. ആടിൻ്റെ ഭംഗി നോക്കിക്കേ, എന്താ രസമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതാ സാമ്പാ ഡിയർ. ആളെന്താണോ പേടിച്ചിട്ടാണോ എന്താണേലും നമ്മളെ തുറിച്ച് നോക്കുകയും സ്മെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ആൾ വളരെ ഒരു പാവമാണെന്ന് തോന്നുന്നു. മുഖം നോക്കിക്കേ. സത്പുര ടൈഗർ റിസർവിലെ കാട്ടിലൂടെയുള്ള ഈ സഫാരിയിൽ വഴികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാക്സിമം ഏരിയയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് കൊണ്ടും കോൺക്രീറ്റൊക്കെ ചെയ്ത് വഴി നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഓഫ് റോഡും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉള്ളിലൂടെയുള്ള ഈ ജിപ്സി സഫാരി. സൗത്ത് ഇന്ത്യൻ കാടുകളിലെ കോമൺ ആയിട്ടുള്ള ആളിതാ ഇന്ത്യൻ വൈൽഡ് കോർ, നമ്മുടെ നാട്ടിൽ കാട്ടി എന്നും വിളിക്കപ്പെടുന്നു. ഒരാൾ അവിടുന്ന് വെള്ളം കുടിക്കുകയാണ്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ആളാണ് ഈ കാട്ടി. സത്പുര ടൈഗർ റിസർവിന് സത്പുര എന്ന് പേര് വരുന്നതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, പർവ്വതനിരകളാണ്, 7 പർവ്വതനിരകൾ. അപ്പം ഈ വേനൽക്കാലത്ത് പൊതുവേ ഈ ഇന്ത്യൻ വൈൽഡ് കോർ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴ്വാരങ്ങളിലോട്ട് വരികയും മഴക്കാലം കഴിയുമ്പോഴത്തേനും മുകളിൽ കുന്നിൻ പുറങ്ങളിലോട്ട് പോകുമെന്നാണ് പറയുന്നത്.
ഇന്ത്യൻ വൈൽഡ് കോറിനെ ഈ ഒരു പ്രായത്തിൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അധികം സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും കാടിൻ്റെ ഒരു ഭംഗി അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ സഫാരി കഴിയാനായിട്ടാണുള്ളത്. ആകെ ഈ ഈവനിങ് സഫാരിയിൽ ഒരു ജിപ്സിക്ക് മാത്രമാണ് ടൈഗർ സൈറ്റിംഗ് കിട്ടിയത്. എന്താണെങ്കിലും ടൈഗർ സൈറ്റിംഗ് കിട്ടിയ ആ സ്ഥലത്തോട്ട് നമ്മളും പാഞ്ഞു പോവുകയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈഡും ഡ്രൈവറും മാക്സിമം ട്രൈ ചെയ്തു. ടൈഗർ ക്രോസ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള വഴികളിലെല്ലാം നോക്കി. നിർഭാഗ്യം എന്ന് പറയാം, ഒരു ജിപ്സിക്കാർക്ക് മാത്രമാണ് ടൈഗർ സൈറ്റിംഗ് കിട്ടിയത്. എന്താണെങ്കിലും നമുക്ക് ടൈഗറിനൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഇവിടുന്ന് ഈ ബോട്ടിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്ന് റൂമിലോട്ട് പോയി റെസ്റ്റ് ചെയ്ത് മോർണിംഗ് സഫാരിക്ക് വരണം നാളെ രാവിലെ. അതാണ് പ്ലാൻ. ഒരു അടിപൊളി ഒരു ഉറക്കത്തിനൊക്കെ ശേഷം രാവിലെ എണീറ്റ് ഇത് അവിടെ കൗണ്ടറിലെത്തി ടിക്കറ്റൊക്കെ കാണിച്ച് വീണ്ടും ബോട്ടിൽ കയറി സഫാരിക്കായിട്ട് വീണ്ടും പോകുകയാണ്. സത്പുര ടൈഗർ റിസർവിലെ ഈവനിങ് സഫാരിയുടെ ടൈമിങ് 3 മണിക്കൂറാണെങ്കിൽ ഈ പോകുന്ന മോർണിംഗ് സഫാരിക്ക് 5.5 മണിക്കൂറുണ്ട്. ഏകദേശം 6 മണി തൊട്ട് 11:30 വരെയാണ് ടൈമിങ്. ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈമിന് വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നേരെ സഫാരിയിലോട്ട് പോകാം. സഫാരി സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ എത്തുന്നതിന് മുന്നേ സ്ലോത്ത് ബിയറിൻ്റെ ഒരു അടിപൊളി സൈറ്റിങ് കിട്ടി. തൊട്ടടുത്തൂടെയാണ് കേട്ടോ ക്രോസ് ചെയ്ത് പോയത്. ആദ്യമായിട്ടാണ് കേട്ടോ 2 സ്ലോത്ത് ബിയർ ഒരുമിച്ച് കാണുന്നത്, അതും സഫാരിയിൽ. വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ദൂരമൊന്നും അല്ല കേട്ടോ, തൊട്ടടുത്തൂടെയാണ് പോയത്. ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്തിലാണ് ഈ പോകുന്നത്. എന്താണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 2 എണ്ണം ഒരുമിച്ചാണ് വണ്ടിയുടെ തൊട്ടടുത്തൂടെ പോയത്. കുറ്റിക്കാടുകൾ കുലുക്കി എന്തോ തിന്നുന്നുണ്ട്, ചെതലായിരിക്കും ഒരു പക്ഷേ. കരയുടെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത് നേരെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ വയലങ്കൂർ ഇടുന്ന ഇലയൊക്കെ പറിച്ച് നമ്മുടെ തലയിലോട്ട് ഇടുന്നുണ്ട്. കരടിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ജിപ്സി ഇത് നമ്മുടെ അടുത്തെത്തി. അവർക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവുമോ എന്താണെന്നറിയില്ല. എന്തായാലും കുറ്റിക്കാടുകളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് വേറൊരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കാണാനായിട്ട് പറ്റും. റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡ്രൈവറും ഗൈഡെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വണ്ടി കുറച്ച് ദൂരെ മറ്റേ ഇപ്പം വന്ന ജിപ്സി കുറച്ച് അപ്പുറമായിട്ടിട്ട് വെയിറ്റ് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണക്കോടുകളിൽ തെറ്റിയില്ല കേട്ടോ, തൊട്ടടുത്താണ് കേട്ടോ. ഗൈഡ് പറഞ്ഞു അനങ്ങരുത്, ഒച്ചപ്പാടുണ്ടാകരുത്, കാരണം കരടി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. ഒരെണ്ണം അതിലേ പോയി. പക്ഷേ മറ്റേ സ്ലോത്ത് കയറുത്താൻ നമ്മുടെ നേരെയാണ് വരുന്നത്. ഗൈഡ് നല്ല കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. പേടിക്കരുത്, പ്രതിമ നിൽക്കുന്ന പോലെ നിൽക്കണം, അനങ്ങരുത്, ഒച്ചപ്പാടിടരുത്. ഇതായിരുന്നു കേട്ടോ ആ രംഗം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം ക്യാമറയുടെ വിഷ്വൽസിൽ. ജിപ്സിയുടെ അടുത്ത് വന്നിട്ട് ജിപ്സിയെ ഒന്ന് മണത്തിട്ട് നമ്മളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ പോയി അങ്ങ് ഇരുന്ന ആശാൻ. അത് എന്താണോ ഇരുന്നത്, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനാണോ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും അവിടെ 1 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് അവിടെ നിന്ന് മുന്നോട്ട് ഓടിയത്.
രണ്ടുപേരും എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. കളിച്ച് തിമിർത്താണ് അവന്മാർ നടക്കുന്നത്. രണ്ടുപേരും ഇടയ്ക്ക് അടി കൂടുന്നു, തമാശയ്ക്കാണ്, ഫൈറ്റിംഗ് അല്ല, സ്നേഹത്തിലുള്ള അടി കൂടുന്നു, രണ്ടുപേരും ഓടുന്നു. വേറെ ലെവലൊരു സൈറ്റിങ് തന്നെയാണ് കിട്ടിയത്. ഇത്രയും ക്ലോസ് ആയിട്ടൊരു ഏകദേശം 3/4 മണിക്കൂറോളം സ്ലോത്ത് ബിയർ സൈറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഈ സത്പുര ടൈഗർ റിസർവിലെ വിദേശികൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വിദേശികൾ ഇവിടെ സഫാരിക്ക് വരാനുള്ള മെയിൻ കാരണം ഇതാണ് കേട്ടോ. സ്ലോത്ത് ബിയർ ഈ സത്പുര ടൈഗർ റിസർവിൽ ഭയങ്കര ഫേമസ് ആണ്. സൈറ്റിങ് ഭയങ്കര ചാൻസാണ് സ്ലോത്ത് ബിയറിനെ കാണാനുള്ള. സാധാരണ സ്ലോത്ത് ബിയർ സൈറ്റിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്തിട്ട് കാട്ടിനുള്ളിലോട്ട് പോവുകയാണ് പതിവ്. ഇത് ഒരു തവണ റോഡ് ക്രോസ് ചെയ്ത് കാട്ടിൽ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് വീണ്ടും ഓപ്പോസിറ്റ് നമ്മുടെ ജിപ്സിയുടെ അടുത്തുകൂടെ പോയി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വീണ്ടും അതേപോലെ തന്നെ റിവേഴ്സ് വന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാനായിട്ട് അവസരം തന്നതായിരിക്കും. രണ്ടുപേരും ഫുള്ള് അടി പിടിയാണ് കേട്ടോ. നോക്കിക്കുക, അതാ വീണ്ടും അവിടെ നിന്ന് അടി കൂടുവാണ്. തമാശയ്ക്കാണ്. സ്ലോത്ത് ബിയറും ഹാപ്പി, നമ്മളും ഹാപ്പി. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് കേട്ടോ. കൂടത്തിൽ വന്നവർ എല്ലാവരും സന്തോഷമായി. കാരണം സ്ലോത്ത് ബിയർ നമുക്ക് ഇത്ര അടുത്ത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നോക്കിക്കേ, കാടിനുള്ളിലൂടെ സൂര്യൻ്റെ രശ്മികൾ ഉദിച്ചു വരുന്നത് എന്താ രസമല്ലേ. സത്പുര ടൈഗർ റിസർവിൻ്റെ ഈ സഫാരിയിൽ നമുക്ക് ഒരുപാട് തേക്ക് മരങ്ങൾ കാണാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഒരുപാട് കൂട്ടമായിട്ട് നിൽക്കുന്ന തേക്ക് മരങ്ങൾ കാണാനായിട്ട് പറ്റും. കാടിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. എന്താ രസമല്ലേ. സ്പോട്ടഡ് ഡിയറിനെ പതിവായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് നേരം നമുക്ക് സ്പോട്ടഡ് ഡിയറിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങി വീണ്ടും അലാം കോൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലങ്കൂറിൻ്റെയും സ്പോട്ടഡ് ഡിയറിൻ്റെയും അലാം കോൾ കേട്ട് ഒരുപാട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടേ. കാട്ടിലൂടെയുള്ള ഈ സഫാരിയിൽ ലെപ്പേഡിനെയും ടൈഗറിനെയും കാണാനുള്ള മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് ഈ അലാം കോളുകളാണ്. സ്പോട്ടഡ് ഡിയർ, സാമ്പാ ഡിയർ, അതുപോലെ ലങ്കൂറിൻ്റെയൊക്കെ അലാം കോളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ റോഡിൽ കാണുന്ന പഗ്മാർക്ക് ഇവയൊക്കെ കണ്ടിട്ടാണ് ടൈഗർ അല്ലെങ്കിൽ ലെപ്പേഡ് സൈറ്റിങ്ങിൻ്റെ ചാൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല അലാം കോൾ വരുന്നുണ്ട് വൈറ്റ് ലങ്കൂറിൻ്റെ അലാം കോൾ മാക്സിമം ചാൻസ് ലെപ്പേഡിൻ്റെ ആണെന്നാണ് പറയുന്നത്. വൈറ്റ് ലങ്കൂറിൻ്റെ തുടർച്ചയായിട്ടുള്ള കോൾസ് ആയിരുന്നു. ഷുവറായിട്ടും ടൈഗർ അല്ലെങ്കിൽ ലെപ്പേഡ് മൂവ്മെൻ്റ് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അലാം കോള് കണക്കൂരുകൾ എന്തായാലും തെറ്റിച്ചില്ല കേട്ടോ. കുറച്ചങ്ങ് മാറി അവിടെ ഇതാ ലെപ്പേഡ്. വാവ്, എന്താ സൈറ്റിങ്. ഈ കുന്നിൻ്റെ അപ്പുറ സൈഡിലായിരുന്നു നമ്മൾ ആദ്യം അലാം കോൾ കേട്ടത്. അവിടെ നിന്ന് വട്ടം ചുറ്റിയിട്ട് ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ലെപ്പേഡിനെ കാണാനായിട്ട് പറ്റിയത്. എന്താ സൈറ്റിങ് അല്ലേ. വാവ്. ഫോറസ്റ്റിലുള്ള യാത്രയിൽ അലാം കോളിൻ്റെയും പഗ്മാർക്കിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം മറ്റൊന്നുമല്ല, വൈറ്റ് ലങ്കൂറിൻ്റെ ആ അലാം കോൾ കേട്ടതുകൊണ്ട് മാത്രമാണ് ഈ ലെപ്പേഡിനെ കാണാനായിട്ട് പറ്റിയത്. ലങ്കൂറിന് ടൈഗറിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെങ്കിലും ലെപ്പേഡിന് മുന്നിൽ അവർക്ക് ഒരു രക്ഷയില്ല. മരത്തിൽ കയറിയിട്ടാണെങ്കിലും ലെപ്പേഡ് പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റ് ലങ്കൂറിന് ഭയങ്കര പേടിയുമാണ് ഈ ലെപ്പേഡ്സിന്. ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അപ്പുറവശത്തു നിന്ന് വരുന്ന സൂര്യരശ്മികൾ കാരണം ക്യാമറയിൽ വിഷ്വൽസ് പകർത്താൻ ഒരുപാട് പാടുപെട്ടു. ഗൈഡിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലെപ്പേഡ് വേറെ എന്തിനോ ഹണ്ട് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ജിപ്സി നിൽക്കുന്ന സൈഡിലോട്ട് ലെപ്പേഡ് നോക്കുന്ന പോലില്ല, മൈൻഡേ ചെയ്യുന്നില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. ചുറ്റുവട്ടമൊക്കെ കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം ലെപ്പേഡ് മുന്നോട്ട് നീങ്ങി ഒരു പാറയുടെ സൈഡിലായിട്ട് കിടന്ന്. സാധാരണ ലെപ്പേഡ് ജസ്റ്റ് നമുക്കൊരു മൂവ്മെൻറ്റ്സ് മാത്രമായിരിക്കും കിട്ടാറ്. ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്ക് സൈറ്റിംഗ് കിട്ടി. ഈ പാറയുടെ മുകളിലൊക്കെ കിടന്ന് തന്നെ 1/2 മണിക്കൂറോളം എടുത്തു എന്നുള്ളതാണ്. മിക്കവാറും ജിപ്സികൾക്കും സൈറ്റിംഗ് കിട്ടി. എനിവേ, ഇനി മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അവിടെ നിന്ന് അവൻ എണീറ്റ് വീണ്ടും മുന്നോട്ട് നടന്നു. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സഫാരിക്ക് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലം വിഷ്വൽസ് കിട്ടും എന്നുള്ളതാണ്. ക്യാമറയ്ക്ക് ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് ലെൻസ് വേണമെങ്കിലും കൊണ്ടുവരാൻ ധൈര്യമായിട്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ നല്ല കിടിലൻ സൈറ്റിങ്ങിന് ശേഷം ലെപ്പേഡ് നല്ല കാടിനുള്ളിലോട്ട് നീങ്ങി. രാവിലത്തെ ഈ സഫാരി ഏകദേശം 5 മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ 9 മണി 10 മണിയൊക്കെ ആ സഫാരിക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും മറ്റും കഴിക്കാനായിട്ട് ഫോറസ്റ്റ് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ മിക്ക റിസോർട്ടുകാരും രാവിലെ പോകുന്ന സഫാരിക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ ചെയ്ത് കൊടുക്കാറുണ്ട്.
കാരണം രാവിലത്തെ മോർണിംഗ് സഫാരിക്ക് ശേഷം നമ്മൾ റൂമിലെത്തുമ്പോഴത്തേനും ഏകദേശം 12 മണിയോടുകൂടി ആവും. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സത്പുര ടൈഗർ റിസർവ് തന്നത്. സ്ലോത്ത് ബിയർ ആയാലും ലെപ്പേർഡ് ആയാലും നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. സത്പുര ടൈഗർ റിസർവിൽ എത്തിച്ചേരാനായിട്ട് നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഭോപ്പാൽ അതല്ലെങ്കിൽ ജബൽപൂരാണ്. റെയിൽവേ സ്റ്റേഷന് പിപ്പാരിയ, സോഹോപൂർ, ഇറ്റാർസി അങ്ങനെ 3 റെയിൽവേ സ്റ്റേഷനാണ് അടുത്തായിട്ട് വരുന്നത്. നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന മംഗള, കേരള എക്സ്പ്രസ്, രപ്തിസാഗർ എക്സ്പ്രസ് അങ്ങനെ നിരവധി ട്രെയിനുകൾ നാട്ടിൽ നിന്നും ഇറ്റാർസി ജംഗ്ഷനിലോട്ടുണ്ട്. ഞാൻ ഇറങ്ങിയത് ഇറ്റാർസി ജംഗ്ഷനിലാണ്. അവിടെ നിന്നും ടാക്സിക്കാണ് ഈ സത്പുര ടൈഗർ റിസർവിലോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഇറ്റാർസിനേക്കാളും നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സോഹഗ്പൂർ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് ഓട്ടോറിക്ഷയ്ക്ക് വെറും 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സത്പുര ടൈഗർ റിസർവിൽ മദായി ഗേറ്റിൻ്റെ മുന്നിൽ എത്താനായിട്ട് പറ്റും. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ടെങ്കിലും ഞാൻ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമിന് വെറും 2000 രൂപ മാത്രമുള്ള ഒരു റൂമാണ് സെലക്ട് ചെയ്തത്. ബാക്കിയുള്ള ഇവിടെയുള്ള റിസോർട്ടുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല റേറ്റാണ്. ഒരുപാടൊന്നും പ്രതീക്ഷിച്ച് വരരുത്, നോർമൽ കൊള്ളാം അത്രേ ഉള്ളൂ. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു റൂമാണ്. അത് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ഫുഡ് എല്ലാം ഇവർ ലൈവായിട്ട് അവിടെ നമ്മൾ എന്താണ് പറയുന്നത് അവർ ഉണ്ടാക്കി തരുമേ. നല്ല ചൂട് ആയുള്ള ഫ്രഷ് ഫുഡാണ്. ബാക്കിയുള്ള റൂംസൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ റൂം സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ നമുക്ക് മദായി ഗേറ്റിലോട്ട് ഏകദേശം ഒരു 500 മീറ്റർ ഇല്ല, ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. 3 മിനിറ്റ് നമുക്ക് നടക്കാനായിട്ടുള്ളൂ. റിസർവിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് forest.mb.online.government.in സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബുക്ക് നൗ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ചെയ്തിട്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്യാനായിട്ട് സൈറ്റിലൂടെ മധ്യപ്രദേശിലുള്ള ബാക്കിയുള്ള ടൈഗർ റിസർവുകളെല്ലാം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം സൈൻ ഇൻ ചെയ്യണം. അതിനുശേഷം ഏതാണോ ടൈഗർ റിസർവ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് സഫാരി സെലക്ട് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാടിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു ഫോറസ്റ്റ് തന്നെയാണ് മധ്യപ്രദേശിലെ സത്പുര ടൈഗർ റിസർവ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.